അപ്പം എല്ലാ നിൽക്കും ഉത്തമമാവുന്ന ഒന്നിലേക്കാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അതാണ് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് അത് പൂർണ്ണമായ ശരീഅത്താണ്. അത് സാദിഖത്താവുന്നതായ കലിമാത്തുകളാണത്. അത് വളരെ ആദിലത്താവുന്ന നീതിപൂർവ്വമുള്ള കലിമത്തുകളാണ്. അവ വളരെ സത്യമാവുന്നതായ വചനങ്ങൾ, പൂർണ്ണമായിട്ട് നീതിയുള്ളതായ അഹ്കാമുകൾ. അതിൻ്റെ ഏത് വിധികൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിന് നീതിയല്ലാത്ത ഒന്നില്ല. അത് വളരെ പൂർണ്ണമാവുന്നതായ ഒരു സംവിധാനം. അതാണ് വിശുദ്ധമാവുന്ന ഈ ദീൻ. ആ ദീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സംരക്ഷണത്തിലേക്ക് ഇവിടെ ഏത് ലോകത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ഘടകങ്ങളും എനിക്ക് ആവശ്യമാണ്. അതെനിക്കിവിടെ പണ്ഡിതന്മാർ മാത്രം ഉണ്ടായാൽ പോരാ, പണ്ഡിതന്മാർ ഇവിടെ ആവശ്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ വേണം, സാധാത്തുക്കൾ വേണം, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം, സാധാരണക്കാരായ ആളുകൾ വേണം, ഇവരില്ലാത്ത ആളുകളും വേണം. ഇതെല്ലാം കൂടി കൂടുമ്പോഴേ ദീനിവിടെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനിവിടെ നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരും നമുക്ക് ആവശ്യമാണ്. ദീനിവിടെ നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ സഹായം നമുക്ക് വേണം, ഭരണത്തിലില്ലാത്തവരെ സഹായവും നമുക്ക് വേണം. അപ്പം ഈ നിലക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ദീൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും നബിയിലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണകർത്താവായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ഡിതനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദാത്യങ്ങളിൽപ്പെട്ട പ്രമുഖനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറബ്ബിയായ ഷെയ്ഖായിരുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരുമിച്ച് കൂടി. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരമില്ലാത്തവരുണ്ടാവും. അവർ റസൂൽ